അങ്ങനെ ഞാൻ വീണ്ടും മൈലാഞ്ചി ഉണ്ടാക്കാനും ആളുകൾക്ക് കൊടുക്കാനും ഒക്കെ തുടങ്ങി. എന്നാലും എനിക്ക് ഈ മൈലാഞ്ചി ഇടുന്ന പരിപാടി വലിയ വശമില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പോയി മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നല്ലാതെ കാര്യമായിട്ട് ബ്രൈഡൽ ഹെന്നായിട്ട് ഇടാനൊന്നും എനിക്ക് അറിയില്ല. നല്ല സ്പീഡും കുറവാണ്. ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മൈലാഞ്ചി ഉണ്ടാക്കുന്നതിലായിരുന്നു. അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ മൈലാഞ്ചി ഉണ്ടാക്കൽ. പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നില്ല. എനിക്ക് ആ സമയത്ത് നല്ലൊരു ഫോണോ വീഡിയോ എടുക്കാനുള്ള സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ വാട്സപ്പിലൂടെയായിരുന്നു കൂടുതലും പ്രൊമോട്ട് ചെയ്തിരുന്നത്. നമുക്കറിയുന്ന ആരെങ്കിലും കയ്യിൽ നല്ല ഫോൺ ഉണ്ടെങ്കിൽ അവരെടുത്തുനിന്ന് ഫോൺ വാങ്ങി നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വെക്കും. എപ്പോഴും ഒരാളുടെ ഫോണ് കിട്ടിയെന്നൊന്നും വരില്ലല്ലോ. അപ്പോൾ ഈ എടുക്കുന്ന ഫോട്ടോസൊക്കെ വെച്ച് ഞാൻ പോസ്റ്റർ ഉണ്ടാക്കി വാട്സപ്പിലൂടെ എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കലായിരുന്നു. അവരെ വഴി ബാക്കിയുള്ളവർ പറഞ്ഞ് എനിക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെയില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രൊഡക്ട്സ് നല്ലതാണെങ്കിൽ അത് അന്വേഷിച്ച് കുറേ ആളുകൾ വരുന്നു പറഞ്ഞാൽ എത്ര ശരിയാലേ എന്നും പറഞ്ഞ് എനിക്ക് എല്ലാ മാസം കുറേ ഓർഡർ കിട്ടുന്നൊന്നുമല്ല. ഞാൻ നോമ്പിൻ്റെ സമയത്താണ് അധികവും മൈലാഞ്ചി വിൽക്കൽ. അല്ലാത്ത സമയത്ത് എന്നെ അറിയുന്ന ആരെങ്കിലും കല്യാണങ്ങൾ ഉണ്ടെങ്കിലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണങ്ങൾ ഉണ്ടെങ്കിലോ. അപ്പോൾ കൂടുതൽ ഹെന്ന വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക്